കൊയിലാണ്ടി ഉത്സവത്തിനിടെ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ആനയെ എഴുന്നള്ളിക്കുന്നതിന്റെ തൊട്ടടുത്തായാണ് വെടിക്കെട്ട് നടത്തിയതെന്നാണ് ആരോപണം. ആന ഇടയുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഗോകുൽ എന്ന ആന മുന്നോട്ട് വന്ന് മുന്നിലുള്ള പീതാംബരൻ എന്ന ആനയെ കുത്തുകയായിരുന്നു. ഷബീർ ഉമർ കൊയിലാണ്ടിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഷബീർ, ഇന്നലെയാണ് ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തുകയും ചിതറിയോടിയ ആളുകളിൽ 3 പേർ മരിക്കുകയും ചെയ്തിരിക്കുന്നത്. അവരുടെ പോസ്റ്റ്മോർട്ടം രാവിലെ നടക്കുമെന്നാണ് അറിയുന്നത്. പ്രാഥമികമായുള്ള ഒരു അന്വേഷണത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണോ കണ്ടെത്തൽ? ദിവ്യ, സ്വാഭാവികമായും അത്തരമൊരു വിലയിരുത്തലുണ്ട്. കാരണം ഈ ആന എഴുന്നള്ളത്ത് അല്ലെങ്കിൽ ആന വരവ് വരുന്ന സമയത്ത്, ആന ഉൾപ്പെടെയുള്ള വരവ് വരുന്നതിന് സമയത്ത് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാം. ആ പടക്കം പൊട്ടിക്കുന്ന ശബ്ദത്തിന് പിന്നാലെയാണ് ഒരാന ഇടഞ്ഞ് മറ്റൊരാനയെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്ര അങ്കണത്തിലാണ്, ക്ഷേത്രത്തിന് മുറ്റത്താണ്. ഇത് ഈ നിൽക്കുന്ന സ്ഥലത്ത്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഈ 2 ആനകൾ, അതായത് ഇവിടെ നിന്ന് വരവ് വരുന്നു. ഒപ്പം തന്നെ ആദ്യം മുന്നിലൊരു ആന, പീതാംബരൻ എന്ന ആന, പിറകിൽ ഗോകുൽ എന്ന ആന. ഈ 2 ആനകളും ഒരുമിച്ച് ഇവിടേക്ക് വരുന്നു. ഒപ്പം അതിന് തൊട്ടു പിറകിൽ പടക്കം പൊട്ടിക്കുന്നുമുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായാണ് ഈ വരവ് വരുന്ന സമയത്ത് ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കുക എന്നുള്ളത്. ആ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം പശ്ചാത്തലത്തിലുണ്ട്. അതിന് പിന്നാലെയാണ് ഈ ആനകളിൽ ഒരു ആന, അതായത് പിറകിലുള്ള ഗോകുൽ എന്ന ആന ഈ മുന്നിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. ഇത് പീതാംബരൻ എന്ന ആനയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വെച്ച്, അതായത് ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് പ്രവേശിച്ച സമയത്ത് ഈ ആനകൾ തിരിഞ്ഞ്, ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഈ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് പ്രദക്ഷിണം വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ തിരിഞ്ഞ് 3 തവണ പ്രദക്ഷിണം വെക്കും. ആ സമയത്ത് ഈ ഗോകുൽ എന്ന് പറയുന്ന ആന ആ ഭാഗത്തേക്ക് പോകുന്നു. ആ സമയത്ത് പിറകിലുള്ള പീതാംബരൻ എന്ന ആന ഈ ആനയെ ഇവിടെ വെച്ച് ആക്രമിക്കുന്നു. അങ്ങനെ ഈ 2 ആനകളും തമ്മിൽ മൽപ്പിടുത്തമുണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ആ തൊട്ടപ്പുറത്തുള്ള കെട്ടിടം തകരുന്നതും. അവിടെ ഈ സമയത്ത് ഈ വരവ് വരുന്ന സമയത്ത് ഇത് കാണാൻ അവിടെ നിരവധിയായ ആളുകൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രായം ചെന്ന സ്ത്രീകൾ ഈ ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കെട്ടിടം തകർന്നു വീണ് കൂടുതൽ പേർക്ക് പരിക്കേൽക്കുന്നത്. മരിച്ച 3 പേരും ഇവിടെ ഇരുന്നിരുന്നവരാണ് എന്നാണ് അവിടെ ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങനെ വേറെയും കുറേ ആളുകളുണ്ടായിരുന്നു, അവർക്കെല്ലാവർക്കും പരിക്കേറ്റു. ഇതിനുശേഷം ഈ 2 ആനകളും തമ്മിൽ മൽപ്പിടുത്തം നടന്നു, ഈ കെട്ടിടം തകർന്നു. ഇതിനുശേഷം ഈ വഴിക്ക്, അതായത് ക്ഷേത്രത്തിന്റെ പുറത്തേക്കുള്ള വഴിയാണ്, ഈ വഴിക്ക് ആനകൾ ഓടി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പെട്ടെന്ന് തന്നെ ആദ്യം ഗോകുൽ എന്ന ആന, ഈ പരിക്കേറ്റ ആനയെ തളയ്ക്കാനായി. അതിനുശേഷമാണ് പിന്നീട് കുറച്ച് അല്പസമയത്തിനകം, അതായത് അരമണിക്കൂറിനകം തന്നെ 2ാമത്തെ ആനയെയും പീതാംബരൻ എന്ന ആനയെയും തളയ്ക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത്. എന്തായാലും ഈ സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. വനമന്ത്രി A.K. ശശീന്ദ്രൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി അടിയന്തര റിപ്പോർട്ടും തേടിയിരുന്നു. ഈ പടക്കം പൊട്ടിച്ചതാകാം ഈ ആന ഇടഞ്ഞ്, ഒരു ആന ഇടഞ്ഞ് മറ്റു ആനയെ ആക്രമിക്കാൻ കാരണമായത് എന്ന് തന്നെയാണ് പ്രാഥമികമായി വിലയിരുത്തലുള്ളത്. ഇന്നലെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഇവിടെ എത്തി, ക്ഷേത്രത്തിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. റവന്യൂ വകുപ്പും പരിശോധന നടത്തിയിരുന്നു. ജില്ലാ കളക്ടറോടും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടുമാണ് മന്ത്രി A.K. ശശീന്ദ്രൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ADM പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ രാത്രി തന്നെ നടത്തിയിരുന്നു. അപ്പോൾ പ്രാഥമികമായുള്ള വിലയിരുത്തലുള്ളത് നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ പടക്കം പൊട്ടിക്കുന്നതുൾപ്പെടെ, സ്ഫോടക വസ്തു ഉപയോഗിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആനകളെ പരിഭ്രാന്തരാക്കും. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ആന ഇടയാനുള്ള സാഹചര്യം ഉണ്ടായതെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് എന്താകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പ്രാഥമികമായ അത്തരമൊരു വിലയിരുത്തലുണ്ട്. അതിനനുസരിച്ച് തന്നെയായിരിക്കും റിപ്പോർട്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഇപ്പോൾ അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം പൊതുദർശനം ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. കൊയിലാണ്ടിയിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. അനുശോചനമായിട്ടാണ് ഹർത്താൽ ആചരിക്കുന്നത്. പരിക്കേറ്റ 12 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിലൊരു കുട്ടി കൂടിയുണ്ട്, 10 വയസ്സുള്ള ഒരു കുട്ടി. അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ആരുടെയും പരിക്ക്, അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള പരിക്ക് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആർക്കുമില്ല. എന്നാൽ ചിലർക്ക് കാലിൽ പൊട്ടൽ ഉൾപ്പെടെ, എല്ലിന് ഗുരുതരമായ പൊട്ടൽ ഉൾപ്പെടെ സംഭവിച്ചവരുണ്ട്. 2 പേരാണ് അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റവരുള്ളത്. അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം
ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് വിശദീകരിച്ചിരുന്നു. കൃത്യമായ ഒരു ചികിത്സ അവർക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത്. എന്തായാലും പ്രാഥമികമായി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വെടിക്കെട്ട് ഈ പടക്കം പൊട്ടിയതിന് പിന്നാലെയാണ് ഈ ആന ഇടയുന്നത്. ആനകൾ വരുന്നത് ഈ വരവ് വരുന്ന സമയത്ത് തന്നെ പടക്കം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ക്ഷേത്ര ഭാരവാഹികളുടെ ചുമതല തന്നെയല്ലേ? അങ്ങനെ ആ ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്ര ഭാരവാഹികളെ പ്രതികളാക്കി തന്നെയായിരിക്കില്ലേ കേസെടുക്കുക? ഇത് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണം വന്നിരുന്നു. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഉത്സവം നടത്തിയത്. ആന എഴുന്നള്ളത്തിൽ ഉൾപ്പെടെയുള്ളവ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഔദ്യോഗികമായ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ അങ്ങനെ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടി സ്വാഭാവികമായും ഈ ഭാരവാഹികൾക്കെതിരെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉണ്ടാകും. അപ്പോൾ എന്നോടൊപ്പം ഒരു നാട്ടുകാരൻ ചേരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ദൃക്സാക്ഷിയായിരുന്നു. ഈ പടക്കം പൊട്ടിച്ചതാണ് ഇതിനെ പ്രകോപിപ്പിച്ചതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയല്ല. എന്താ വെച്ചാൽ പടക്കം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരുന്നുണ്ട്. ഈ ശിവേലിയിലെ സമയത്ത് തുടങ്ങുന്ന സമയത്ത് 2 ആനകൾ ഒരുമിച്ച് ഇങ്ങനെ ക്ഷേത്രമുറ്റത്തൂടെ വരുന്ന സമയത്ത് ഒരാന ഇങ്ങനെ വൈഡായിട്ട് വരുന്ന സമയത്താണ് ഈ പീതാംബരം എന്ന് പറഞ്ഞ ആന ഗോകുലിനെ കുത്തുന്നത്. പടക്കം പൊട്ടിയതിന് ശേഷമാണ് അതിന് മുമ്പേ പൊട്ടുന്നുണ്ട്, കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ആണ് എൻ്റെ ഒരു തോന്നൽ. ദിവ്യ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും ചില അഭിപ്രായങ്ങൾ കൂടി വരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ പടക്കം അതിന് മുമ്പും പൊട്ടുന്നുണ്ട്. അതിന് ശേഷമാണ് ആനകൾ ഇവിടെ എത്തിയത്. മറ്റൊരു ആന, അതായത് ഗോകുൽ എന്ന ആന ഈ മുന്നിലേക്ക് വന്നപ്പോഴാണ് പീതാംബരൻ എന്ന ആന കുത്തിയതെന്നും ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നുണ്ട്. എന്തായാലും ചില ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില അശ്രദ്ധകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ ആനകളെ എഴുന്നള്ളത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ പരിശോധനയിൽ പ്രാഥമികമായി വിലയിരുത്തുള്ളത്. അത് സംബന്ധിച്ച റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് ഇന്ന് തന്നെ വനമന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകും. വനമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നാണ് ADM പറഞ്ഞത്. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ഈ റിപ്പോർട്ട് വനമന്ത്രിക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിവ്യ, ഷബീറ, ആന കൊമ്പുകോർക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം അവിടെ ഒരു ക്ഷേത്രത്തിലെ ഒരു കെട്ടിടം തകർന്നു വീഴുന്നുണ്ട്. ആ കെട്ടിടം തകർന്നു വീഴുമ്പോൾ അതിനടിയിൽപ്പെട്ടൊക്കെയാണ് ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റത്. ദിവ്യ, അത് നമ്മൾ അത് പറഞ്ഞിരുന്നു. അതായത് ഈ കെട്ടിടം, ഈ കാണുന്ന കെട്ടിടം തകർന്ന്, അതായത് ഈ മരിച്ച 3 പേരും ഇവിടെ ഇരുന്നിരുന്നതാണ് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. തകർന്ന് വീണാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഇവിടെ ആളുകൾ കസേരയിട്ട് ഉൾപ്പെടെ ഇരുന്നിരുന്നു. ചേട്ടാ, ഇത് തകർന്നാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത്. ഈ മരിച്ച 3 പേരും ഇവിടെ ആയിരുന്നു. ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നപ്പോഴാണ് ആന തട്ടിയത്. അതെ, ഇവിടെ ഇരുന്നവർക്ക്. ഇതിനടിയിൽ ആരെങ്കിലും പെട്ടത്? ചുമരിന്റെ അടിയിൽ കല്ലും മരക്കഷ്ണങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് പറ്റിയത്. ചെറിയ ഓടുന്നതിനിടയും കൂടെ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വഴുക്കുകളൊക്കെ ഉണ്ട്. കൂടുതലും ഇവിടുന്നാണ് പറ്റിയത്. ആളുകൾ കൂടുതൽ സ്ത്രീകളായിരിക്കും, പ്രായം കൂടിയ സ്ത്രീകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. സാധാരണ ഇരിക്കുന്ന ആളൊന്നുമില്ല. അതുകൊണ്ട് വലിയ തിരക്കുണ്ടാവാറുണ്ട് സാധാരണ. ഇവിടെ സാധാരണ എപ്പം ഇങ്ങനെ ആൾക്കാർ, പ്രായമുള്ള പെണ്ണുങ്ങളൊക്കെ അധികം കൂടി ഇരിക്കുക ഈ ഭാഗത്ത്. അതാണ്. എന്തായാലും ദിവ്യ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവിടെ ഇരുന്നിരുന്നവർക്ക്, അതായത് ആ കെട്ടിടം തകർന്ന കെട്ടിടത്തിന് താഴെ അതിന് ചുവട്ടിലായി ഇരുന്നിരുന്നവർക്കാണ് കൂടുതലും പരിക്കേറ്റിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേകം പറയേണ്ടത് പ്രായം കൂടിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ ഇരുന്നിരുന്നത്. ഒപ്പം തന്നെ മുമ്പൊക്കെ വലിയ തരത്തിലുള്ള തിരക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്ത് അത്രയധികം ആളുകൾ ഇല്ലാത്തതിനാലാണ് വലിയ അപകടത്തിലേക്ക്, വലിയ വ്യാപ്തിയിലേക്ക് പോകാതിരുന്നത് എന്നാണ് ഈ നാട്ടുകാർ, ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. എന്തായാലും ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം. വലിയ ചുമരുകൾ തന്നെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പം തന്നെ അതിന്റെ പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഓട് ഉൾപ്പെടെ താഴേക്ക് വീണ് അങ്ങനെയാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റുള്ളത്. ആദ്യം മരിച്ച 2 പേർ, 2 സ്ത്രീകളാണ്. 2 പേരും ഇവിടെ ഇരുന്നവരാണ്. ലീല, അമ്മുക്കുട്ടി അമ്മ 2 പേരും ഇവിടെ ഇരുന്നിരുന്നവരാണ്. ഒപ്പം തന്നെ പിന്നീട് മൂന്നാമത് മരിച്ച രാജൻ എന്നയാൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 പേർക്കും ഇങ്ങനെയാണ് പരിക്കേറ്റത്. അതായത് കെട്ടിടം തകർന്നാണ് ഗുരുതരമായി പരിക്കേറ്റവർക്കെല്ലാം തന്നെ കൂടുതലും പരിക്കേറ്റത് ഈ കെട്ടിടം തകർന്നു വീണാണെന്നാണ് ദൃക്സാക്ഷി.
വെടിക്കെട്ട് ഉണ്ടായത് തന്നെയാണ് പരിഭ്രാന്തി ഉണ്ടാക്കുകയും ആന ഇടയാൻ കാരണമായത് എന്നൊക്കെയാണ് കരുതുന്നത്. എന്തായാലും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ തുടർ നടപടി ഉണ്ടാകും. ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ തന്നെ നടപടി വരാനൊക്കെയാണ് സാധ്യതയുള്ളത്. 3 പേരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഷബീർ ഉമറാണ് കൊയിലാണ്ടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.